നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിഗ്രി പ്രിലിംസ് 2024 വന്നിട്ട് 3 ഫേസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ 71 ബാർ 2024 ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ 2025 വന്നിട്ടുള്ള 2 പ്രിലിംസ് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, പാസീവ് വോയിസ്, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഉണ്ടെങ്കിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഡോണ്ട് ഇറ്റ്, ഹാഡ് ഇൻ ഇറ്റ്, ഡിഡിൻറ്റ് ഇറ്റ്, ഈസിൻറ്റ് ഇറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ സെൻറ്റൻസിലോട്ട് വരാം. ക്വസ്റ്റ്യൻ ടാഗാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഓക്സിലറി വെർബില്ല ക്വസ്റ്റ്യൻ ടാഗ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ ഹാപ്പൻഡ് വാക്ക് മാത്രമേ ഉള്ളൂ. ഹാപ്പൻഡ് നമുക്കറിയാം അത് പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമുക്കറിയാം ഡിഡിൻറ്റ്, ഡിഡ് എന്ന വാക്കായിരിക്കും വരുന്നത്, ഡിഡ്. സോ ഡിഡ് വരുമ്പോൾ നമുക്ക് അത് അങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഡിഡ് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻസേ ഉള്ളൂ, നമുക്ക് എന്താക്കാം, അത് സി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് വരാം. എന്നാൽ നമുക്ക് കുറച്ച് കൂടുതൽ പറയുമ്പോൾ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോസിറ്റീവാ നെഗറ്റീവാന്ന് നോക്കണം. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ബിക്കോസ് നെഗറ്റീവായിട്ട് പറയുന്ന ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് ടാഗ് എന്താവും, നെഗറ്റീവ് ആവുന്നുണ്ടാവും. അപ്പോൾ ഡിഡിൻറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. നമുക്കിനി എന്ത് ചെയ്യണം, ഒരു പ്രോണൗൺ കൂടി വേണം. അപ്പോൾ സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്, സംതിങ് ആണ്. അപ്പോൾ സംതിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഉപയോഗിക്കാം. ഈ സംതിങ്, എവറിത്തിങ്, നത്തിങ്, എനിത്തിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇറ്റായിരിക്കും നമുക്ക് പ്രോണൗൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ സംവൺ, എവരിവൺ, അങ്ങനെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ദേ എന്ന് ഉപയോഗിക്കാം. സംവൺ, എവരിവൺ ഒക്കെ ആണെങ്കിൽ ദേ ഉപയോഗിക്കാം. സംതിങ്, എവറിത്തിങ്, നത്തിങ്, എനിത്തിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളൊരു ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുക, ആദ്യം സെൻറ്റൻസ് വായിച്ചു നോക്കിയിട്ട് അവിടെ നമുക്കൊരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഹെൽപ്പിംഗ് വെർബ് നമുക്കിപ്പോൾ ആ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഹെൽപ്പിംഗ് വെർബ്, അപ്പോൾ അവിടെ വെർബൊന്നും ഇല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, ആ ടെൻസ് ഹാപ്പൻഡ് എടുക്കാം. ഹാപ്പൻഡ് ഡിഡ് പാസ്റ്റ് ആയിരുന്നു, ഡിഡ് ഫോമാറ്റാണ്. സെൻറ്റൻസ് ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ടാഗ് നെഗറ്റീവായിട്ട് ഡിഡിൻ്റ് ആയിട്ട് വരുന്നുണ്ടാവും. സംതിങ് ആയതുകൊണ്ട് നമുക്ക് പ്രോണൗൺ ഇറ്റായിട്ട് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻറ്റ് എന്നായിരിക്കും വരുന്നുണ്ടാവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ടാഗ് ആക്ച്വലി കഴിഞ്ഞ പരീക്ഷയ്ക്കും നമുക്ക് കഴിഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ട്. 2025 2 പ്രിലിംസിലും ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 ഒരു പ്രിലിംസ് ചോദിച്ചത് a few workers participated in the strike ആണ്. അപ്പോൾ ഇതും എന്താണ് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ഇവിടെ ഒരു verb ഇല്ല, അപ്പോൾ പാർട്ടിസിപ്പേറ്റഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏത് ഫോർമാറ്റ്, പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിഡ് ചേർക്കാം. ഇനി സെൻറ്റൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് നോക്കാം. എ ഫ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് ഡിഡിൻഡ് ആയിട്ട് വരുന്നുണ്ടാവും. എ ഫ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് അധികം പേരുള്ളത് കൊണ്ട് അവിടെ വർക്കേഴ്സ് ദേ എന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഡിഡിൻറ്റ് ദേ എന്നായിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. നമുക്ക് ഇവിടെ വേറൊരു കാര്യം നമ്മൾ അഡീഷണൽ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മൾ എ ഫ്യൂ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഫ്യൂ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. എ ലിറ്റിൽ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ലിറ്റിൽ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2025 2ാമത്തെ പ്രിലിംസിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. അപ്പോൾ അതിൽ നമുക്ക് എന്താണ്, ആമിൻ്റെ ഐ പറയില്ല, ആറിൻ്റെ ഐ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ അപ്പോൾ പ്രിപ്പോസിഷൻ ആണ് നമുക്ക് 2025 പ്രിലിംസിൽ പ്രിപ്പോസിഷനായിട്ട് ചോദിച്ചത് ഭയങ്കര കുറവായിരുന്നു. ലൈക്ക് ആഡ്വേർബ് അങ്ങനത്തെ ഈ ഫിക്സഡ് പ്രിപ്പോസിഷനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് കറക്റ്റ് പ്രിപ്പോസിഷൻ ആണ് ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM 8:15 AM. അപ്പോൾ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM. അറ്റ് ഉണ്ട്, ഇന്നുണ്ട്, ഓൺ ഉണ്ട്, ഓവർ ഉണ്ട്, ഏത് പ്രിപ്പോസിഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നോക്കേണ്ട ഒരു പോയിന്റ് അറ്റായിരിക്കും വരിക. എന്തുകൊണ്ട് അറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം പറയുവാണെങ്കിൽ, സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ അറ്റാണ് ഉപയോഗിക്കുക. ഓർത്ത് വെച്ചോ, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അറ്റാണ് ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ അറ്റാണ് ഉപയോഗിക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഈ അറ്റ് 8:15 AM, അറ്റ് 10 o'clock, അറ്റ് noon, അറ്റ് midnight, അറ്റ് സൺസെറ്റ്. അപ്പോൾ എന്തൊക്കെ അറ്റ് ഒരു
സ്പെസിഫിക് ടൈം ആണെങ്കിൽ അറ്റ് പ്രിപ്പസിഷനാണ് യൂസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെയായിരിക്കും ഇന്ന് ഉപയോഗിക്കുക? ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ലോങ് അത്യാവശ്യം ടൈം ഫ്രെയിം വരുവാണെങ്കിൽ ഇന്ന് ഉപയോഗിക്കുക. ലൈക്ക് ഒരു മാസങ്ങൾ, ഇയേഴ്സ്, സീസൺസ്, അല്ലെങ്കിൽ പാർട്സ് ഓഫ് ദി ഡേ. ഫോർ എക്സാമ്പിൾ മോർണിംഗ് 2024 ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം സമയമുണ്ട്, കുറച്ചധികം ലോങ് പീരീഡാണ് പറഞ്ഞത്. ഒരു മാസം, ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഒരു മാസമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. പിന്നെ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡേയോ ഡേറ്റോ ഫോർ ഓൺ മൺഡേ, ഓൺ റിപ്പബ്ലിക് ഡേ, ഓൺ 15th ഓഗസ്റ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഡേയോ ഡേറ്റോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓണാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റോ ടൈമോ ഒരു സ്പെസിഫിക് പോയിന്റ് പറയുകയാണെങ്കിൽ 8:15, 10 മണി, ഇപ്പോൾ ഉച്ചയ്ക്ക്, രാത്രി, സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് ഉപയോഗിക്കാം. കുറച്ചധികം ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഇന്ന് ഉപയോഗിക്കാം. പിന്നെ എന്താണ്, ഒരു ഡേ ഓൺ മൺഡേ, ഒരു ഡേയോ ഡേറ്റോ ആണെങ്കിൽ ഓൺ ഉപയോഗിക്കാം എന്നുകൂടി ഓർത്തേക്കാം. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻ. ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു, ദ പ്രിൻസിപ്പൽ വാണ്ട്സ് ടു സ്പീക്ക് ടു യു ആണ് വരുന്നുണ്ടാവുക. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റീവ് വെർബിൻ്റെ എക്സാമ്പിളാണ്. ഈ വാണ്ട്, നീഡ്, ലവ്, ഹേറ്റ്, നോ, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ബിലോങ്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബാണ്. സ്റ്റേറ്റീവ് ആയിട്ടുള്ള വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ ING ഫോം വേർബിൻ്റെ കൂടെ നൗണിൻ്റെ കൂടെ വരുമ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഐ നോ ഹിം എന്നായിരിക്കും പറയാം. ഐ ആം നോയിങ് ഹിം നമ്മൾ ഒരിക്കലും പറയില്ല, ഐ നോ ഹിം അത്രേ വരും. അണ്ടർസ്റ്റാൻഡ് വരുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ്, അതായത് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഒരിക്കലും പറയൂല. ഇപ്പം ബിലീവ് വരുമ്പോൾ ഐ ബിലീവ് യു എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഐ ആം ബിലീവിങ് യു എന്ന് പറയത്തില്ല. അപ്പം ING ആര് വെച്ചിട്ട് അതായത് എന്താണ്, ഒരു സ്റ്റേറ്റീവ് ആയിട്ടുള്ള വെർബാണ് എപ്പോഴും. വാണ്ട്, നീഡ്, ലവ്, ഹേറ്റ്, നോ, ബിലീവ്, അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ, ബിലോങ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റീവ് ആയിട്ടുള്ള വെർബാന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വാണ്ടിങ് എന്നൊരിക്കലും എന്തായാലും വരില്ല, വാണ്ട്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സ്റ്റേറ്റീവ് വെർബാണ്, ഒരു പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം അബൌട്ട് ദി ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആയിട്ട് മാറ്റാനാണ്. എല്ലാ പരീക്ഷയിലും കഴിഞ്ഞ 2025 പ്രിലിംസിൽ 2 വട്ടവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മേരി ഓപ്പൺ ദി ഡോർ ആണ് നമ്മുടെ പാസീവ് ആക്കുക. നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു ആക്റ്റീവ് വോയിസ് തന്നിട്ട് ഒരു പാസീവ് വോയിസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തായാലും സബ്ജക്റ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ചെയ്തെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മേരി ഓപ്പൺ ദി ഡോർ എന്ന് പറയുമ്പോൾ മേരിയാണ് സബ്ജക്റ്റ്, ഡോറാണ് എന്ത് ഒബ്ജക്റ്റ്. അപ്പോൾ അത് പാസീവ് ആക്കുമ്പോൾ ഡോർ എന്തായിട്ട് വരുന്നു, ഒബ്ജക്റ്റായ ഡോറ് സബ്ജക്റ്റായിട്ട് വരികയും സബ്ജക്റ്റായ മേരി ഒബ്ജക്റ്റായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ തുടങ്ങുമ്പോൾ ആര് വെച്ച് തുടങ്ങണം, ദി ഡോർ വെച്ച് തുടങ്ങണം. ഓക്കെ, അതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ബി ഫോമും പ്ലസ് ബി. നമുക്കറിയാം ഏത് ടെൻസോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ നമ്മൾ പാസീവ് എഴുതാമ്പോൾ വെർബ് എപ്പോഴും എന്താണ്, V3 ഫോം ആയിരിക്കും. ഓർത്ത് വെച്ചോണം, ഏത് ടെൻസോ ആയിക്കൊണ്ട് പോട്ടെ പാസീവ് എഴുതുമ്പോൾ വെർബ് എന്തായിരിക്കണം, V3 ഫോം ആയിരിക്കും. എക്സെപ്ഷൻ കേസ് ഇപ്പോൾ ഉണ്ടാവാം, പക്ഷെ നമുക്ക് ജനറലി പറയുന്നത് എന്തായിരിക്കും, V3 ഫോം ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെയും എന്താണ്, ഓപ്പൺ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. നമുക്ക് എന്താണ്, ഒരു ബി ഫോമും കൂടെ വേണം. അപ്പോൾ ദ ഡോർ വാസ് ഓപ്പൺ, പിന്നെ എന്താണ്, ബൈ മേരി. ദ ഡോർ വാസ് ഓപ്പൺ ബൈ മേരി, നമുക്ക് ബൈ കൂടി ചേർക്കുന്നത്. അപ്പോൾ ഡോർ വാസ് ഓപ്പൺ ബൈ മേരി എന്നായി. സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ഒരു പാസീവ് വോയിസ് ആണെന്നും കൂടി ഓർത്തേക്കാം. പക്ഷേ കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് 2025 ചോദിച്ച 2 പരീക്ഷയ്ക്കും അത്ര സിമ്പിൾ ആയിരുന്നില്ല പാസീവ് വോയിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ. ഒരു ഇൻട്രോഗേറ്റീവ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് തന്നിട്ടാണ് നമ്മൾ എന്താക്കാൻ ചോദിച്ചു, പാസീവ് ആക്കാൻ ചോദിച്ചു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വാക്ക് സെൻറ്റൻസ് തന്നേ നമുക്ക് എന്ത് ചെയ്യുക, അതിന് സാധാരണ രീതി സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് അതിനെ പാസീവ് ആക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതിനെ ക്വസ്റ്റ്യൻ ആക്കാം. അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ആദ്യം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കാം. സോ എന്ത് വരും, വി ആർ ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ എന്ന് പറയും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ചെയ്ത് സബ്ജക്റ്റ് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ദ ലെസൺ ആണ് എന്ത്, നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പോൾ അത് എന്തായിട്ട് വരണം, പാസീവ് ആക്കുമ്പോൾ അത് സബ്ജക്റ്റായിട്ട് വരണം. അപ്പോൾ എന്ത് വരും, ദി ലെസൺ ഇപ്പുറത്തോട്ട് വരും. അപ്പോൾ എങ്ങനെയാണ്, ദി ലെസൺ. പിന്നെ നമുക്കറിയാം ബി ഫോം വേണം, ബി. പിന്നെ ഇവിടെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഗോയിങ് ടു വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കണം, ബി ചേർക്കണം. പഠിച്ചു വെച്ചു, ഗോയിങ് ടു വന്നു കഴിഞ്ഞാൽ കൂടെ ആരും കൂടെ വേണം, ബി കൂടെ വേണം. അതാണ്
ഇവിടുത്തെ ട്രിക്കി സാധനം. അപ്പോൾ ദ ലെസൺ ഇസ് ഗോയിങ് ടു ബി, പിന്നെ എന്താണ് V3 ഫോം ഓഫ് ദി വെർബ് ആകുമ്പോൾ ഫിനിഷ് എന്തായിട്ട് മാറും? ഫിനിഷ്ഡ് ആയിട്ട് മാറും. ഫിനിഷ്ഡ് പിന്നെ ബൈ വേണം, വി എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറും? ദ ലെസൺ ഇസ് ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ എസ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്ന അല്ല, ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഇൻട്രോഗേറ്റീവ് ആണ്. അപ്പോൾ നമുക്കിത് എന്തായിട്ട് മാറ്റണം? ഇൻട്രോഗേറ്റീവായിട്ട് മാറ്റണം. അപ്പോൾ എന്താണ്? ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ അസ് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത്ര ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, വെൻ ഡിഡ് യു ബൈ ദ ബോട്ട് എന്നാണ് ചോദ്യം. ഇതും ഇൻട്രോഗേറ്റീവ് ആണ്. വെൻ ഡിഡ് യു ബൈ, പക്ഷെ വെൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് പാസീവ് ആയിട്ട് വരുമ്പോൾ വെന്ന് തന്നെ വെച്ച് തുടങ്ങാം, കുഴപ്പമില്ല. ഇനി അടുത്തത്, വെൻ ഡിഡ് യു ബൈ ദ ബോട്ട്. നമുക്കറിയാം ബോട്ടാണ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ബോട്ട് സബ്ജക്റ്റായിട്ട് വരണം. അപ്പോൾ അത് ആദ്യം വരണം എന്ന് പറയണം. യു എന്തായാലും അപ്പുറത്തോട്ട് പോകും, അത് വെച്ച് എഴുത്താലില്ലെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഡിഡ് എന്ന് പറയുന്ന ബി ഫോം ബോട്ട് വരുമ്പോൾ ആരായിട്ട് മാറും? പാസ്റ്റ് ആയിട്ടുള്ള വാസ് ആയിട്ട് മാറും. ആൻഡ് ബൈ എന്തായിട്ട് മാറും? V3 ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള ബോട്ടായിട്ട് മാറും. അപ്പോൾ ഈ ബോട്ടും രണ്ട് പറയുന്നത് ഞാൻ ഒരുപോലെ ആണെങ്കിൽ പോലും മനസ്സിലായല്ലോ. അപ്പോൾ എന്തായിരിക്കും? ദ ബോട്ട് എന്ന് പറയുന്ന വള്ളം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വരും. ബൈ എന്ന് പറയുന്നത് അതിൻ്റെ V3 ഫോം ആയിട്ടുള്ള ബോട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എന്ത് വരും? വെൻ വാസ് ദി ബോട്ട് എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദി ഇൻറ്റൻഡഡ് ഐഡിയ ഇൻ ദ ഫോളോയിങ് ആണ്. ഇതൊരു പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ആക്ച്വലി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജെമിനി ചോദിച്ചപ്പോൾ ജെമിനി പറഞ്ഞൊരു കാര്യം, നമ്മളുടെ ചൈൽഡ് ലൈക്ക് എന്നാണ് കുറച്ചും കൂടെ, ഓപ്ഷൻ ബി ആണ് കുറച്ചും കൂടെ അവർ പറഞ്ഞത്, കുറച്ചും കൂടെ നല്ലതായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ചൈൽഡ് ലൈക്ക് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് ക്യാൻസൽ ആവാൻ കാരണം, ചൈൽഡ് ലൈക്ക് എപ്പോഴും ഒരുമിച്ച് എഴുതുന്ന സ്പേസ് ഇടയ്ക്ക് വരത്തില്ല. പക്ഷെ കുറച്ചും നല്ലത് എന്താണ്? ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫേസ് എന്നാണ്. ബിക്കോസ് ചൈൽഡ് ലൈക്ക്, എനിക്ക് അവളുടെ കുട്ടിത്തം പോലുള്ള മുഖം എനിക്കിഷ്ടമാണ്. ഈ ചൈൽഡിഷ് നമ്മൾ എപ്പോഴും എന്താണ്? നെഗറ്റീവായിട്ടുണ്ട്. ഈ ചൈൽഡിഷ് നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ചൈൽഡിഷ് മീൻസ് നമുക്ക് പറയത്തില്ലേ മെച്യൂരിറ്റിയില്ല, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാതെ. അപ്പോൾ ചൈൽഡിഷ് നെഗറ്റീവ് ആയിരിക്കും, ചൈൽഡ് ലൈക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കും. ചൈൽഡ് ലൈക്ക് ഒരുമിച്ച് എഴുതണം, ഇടയ്ക്ക് സ്പേസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഫേസ് ലൈക്ക് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, ചൈൽഡ് ലൈക്കാണ് കുറച്ചും കൂടി ഉപയോഗിക്കാറ്. ചൈൽഡിഷ് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ആക്ച്വലി ക്യാൻസൽ ആക്കിയതാണ്. എന്തുകൊണ്ട് ക്യാൻസൽ ആക്കി? എനിക്ക് തോന്നുന്നു ചൈൽഡിന് ലൈക്കിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ട് പോയെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. അത് കഴിഞ്ഞ വർഷം മീൻസ് 2025 ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് 2024 ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സെൻറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വാട്ട് എ സൂപ്പർ ഷോ. നമുക്കറിയാം എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും. പിന്നെ നമുക്കത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കണ്ണും പൂട്ടി എഴുതാം ഇറ്റ് ഇസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. പക്ഷെ നമുക്ക് എന്തൊക്കെയാണ് ഓരോ സെൻറ്റൻസ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നമ്മൾ പറഞ്ഞ പോലെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും, പക്ഷേ എന്നാൽ പോലും ഒരു ഇമോഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ടുള്ള സർപ്രൈസോ ജോയോ ആങ്കറോ എക്സൈറ്റ്മെൻറ്റോ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും. അതേസമയം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫാക്റ്റ്, ഒരു ഒപ്പീനിയൻ, ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ വെച്ച് എൻഡ് ചെയ്യുന്ന ഒരു സാധനം അതാണെങ്കിൽ എന്തായിരിക്കും? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. അതേസമയം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിലോ WH ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്താണ്? ഒരു ഓർഡറോ ഒരു അഡ്വൈസോ ഒരു റിക്വസ്റ്റോ ഒക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇമ്പറേറ്റീവ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. അപ്പം ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിലോ ഒരു സർപ്രൈസോ ജോയോ ആങ്കറോ എക്സൈറ്റ്മെൻറ്റോ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ഇമോഷൻസോ കാണിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും. വാട്ട് സൂപ്പർ ഷോ, ഭയങ്കര നല്ല ഷോ ആയാലും അങ്ങനെ വന്ന എന്തായിരിക്കും? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും. അതേസമയം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ദിസ് ഷോ വാസ് ഗുഡ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഒപ്പീനിയൻ അങ്ങനെ വരുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് വെച്ച് എൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഒരു ചോദ്യചിഹ്നത്തോട് കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും? വാസ് ദ ഷോ ഗുഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അതേസമയം ഒരു ഓർഡർ ആയിട്ടോ അഡ്വൈസ് ആയിട്ടോ ഒരു റിക്വസ്റ്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും എന്നുകൂടി ഓർത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ചോദ്യം എനിക്ക് തോന്നുന്നു 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ദി ജോബ് ഹി അപ്ലൈഡ് ഫോർ. പലപ്പോഴും നമുക്ക് എ ആണോ ആൻ ആണോ ദ ആണോ എന്നൊക്കെ ഭയങ്കര എങ്ങനെ എവിടെ യൂസ് നമുക്കൊരു ഉണ്ടാവില്ല. ഒരു സിമ്പിൾ ടെക്നിക്ക് എന്ന് പറയുന്നത് ദ
ദ എപ്പോഴും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സാധനമാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ദ ആണെന്ന് ഓർത്തിരിക്കും. ആൻഡ് നമുക്കറിയാം വവ്വലാണെങ്കിൽ എന്തായിരിക്കും? ആൻ ആയിരിക്കും. എ ആണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനമായിരിക്കത്തില്ല. അപ്പോൾ എന്താ? ദ ആണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ദ ആയിരിക്കുമെന്ന്, ഒരു സ്പെസിഫിക് അല്ലാത്ത സാധനമാണെങ്കിൽ അത് എ ആയിരിക്കുമെന്ന് ഊഹിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ന് പറയുമ്പം ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. അവന് ജോലി, ഹി ഡിഡിൻ ഗെറ്റ് എ ജോബ് എന്ന് പറയാം, അവനൊരു ജോലി കിട്ടിയില്ല. ഒരു കോമൺ ആയിട്ട് ഒരു സ്പെസിഫിക് അല്ല. പക്ഷെ അവൻ അപ്ലൈ ചെയ്ത ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ആ ജോബിൻ്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ഏതായിരിക്കും? ദ ആയിരിക്കും. ഡിഫറൻസ് മനസ്സിലായല്ലോ? ദ ഉപയോഗിക്കുന്ന എപ്പോഴും എന്തിനായിരിക്കും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനത്തിലായിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പേഴ്സണിനോ തിങ്ങിനോ പ്ലേസിലേക്കൊക്കെ നമ്മൾ ദ ഉപയോഗിക്കുക. ഒരു സ്പെസിഫിക് അല്ലാത്ത സാധനത്തിലായിരിക്കും നമുക്ക് എ ഉപയോഗിക്കുക. അത് എങ്ങനെ ഡിഫറൻസ് ഒന്നും ഈ ക്വസ്റ്റൻ തന്നെ ഉണ്ട്. എങ്ങനെയാണ്? ഹി ഡിഡിൻ ഗെറ്റ് ഡാഷ് ജോബ്, അവനൊരു ജോലി കിട്ടിയില്ല. അപ്പോൾ അതെന്ത് ജോബായിരിക്കും? എ ജോബാണ്. കാര്യം ഒരു ജോലി കിട്ടിയില്ല, ഒരു നോൺ സ്പെസിഫിക് സാധനം. പക്ഷേ ഹി ഡിഡിൻ ഗെറ്റ് ദി ജോബ് ഹി അപ്ലൈഡ് ഫോർ, അവൻ അപ്ലൈ ചെയ്ത ജോബ് അവന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? ദ ജോബായിട്ട് മാറും. ഒരു ജോലി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എ ജോബും, അവൻ അപ്ലൈ ചെയ്ത ജോലി കിട്ടില്ല എന്ന് പറയുമ്പോൾ ദ ജോബുമായിട്ട് മാറുന്നുണ്ടാകും. അടുത്ത ചോദ്യം, മിഷേൽ ഇസ് ഡാഷ് ദാറ്റ് നട്ടാഷ. ഈ ചോദ്യം നമുക്ക് 2025 രണ്ടാം സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യപ്പോൾ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇത് ഭയങ്കര എളുപ്പം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. നമുക്കിവിടെ ഓൾഡ് എന്തായാലും വരില്ല. കാരണം നമ്മൾ പറഞ്ഞതാണ് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ? ദാൻ വരത്തുള്ളൂ. ബേസിക്കിലോ സൂപ്പർലേറ്റീവിലോ ദാൻ ഉപയോഗിക്കില്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൾഡ് ഒരു ബേസിക് ആയതുകൊണ്ട് എന്തായാലും എന്ത് ഉപയോഗിക്കില്ല? ദ ഉപയോഗിക്കില്ല. പിന്നെ ദാൻ ഉപയോഗിക്കില്ല. പിന്നെ എന്തുണ്ട്? എൽഡറാണ്. എൽഡർ നമ്മൾ പറഞ്ഞു. എൽഡർ ഒരിക്കലും നമ്മൾ ദാൻ ഉപയോഗിക്കില്ല. എൽഡർ ടു അല്ലെങ്കിൽ എൽഡർ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ദാൻ ഒരിക്കലും എൽഡറിൽ ഉപയോഗിക്കില്ല പറഞ്ഞു. ദാൻ കണ്ടോണ്ട് നമുക്ക് എഴുതാം, കണ്ണും പൂട്ടി എഴുതാൻ എന്താ? ഓൾഡർ ആയിരിക്കും. ഓൾഡറിനെ എന്ത് വരത്തുള്ളൂ? ദാൻ വരത്തുള്ളൂ. ദ മിഷേൽ ഇസ് ഓൾഡർ ദാൻ നട്ടാഷ. റെപ്പറ്റേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും അതേപോലെ അല്ലെങ്കിൽ ആ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് വരുന്ന രീതി വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അത് നമുക്ക് കഴിഞ്ഞ ചോദിച്ച ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഷീ ഈസ് എൽഡർ ഡാഷ് യുവർ യങ്ങർ സിസ്റ്റർ ബൈ 4 years. അപ്പോൾ നമുക്കറിയാം എൽഡർ ദാൻ എന്ന് പറയാൻ തോന്നുന്നു. ദാൻ എഴുതരുത്. ദാൻ എപ്പോഴും എവിടെ വരത്തുള്ളൂ? ഓൾഡറിൻ്റെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എൽഡർ ടു എന്നായിരിക്കും പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. നമുക്കറിയാം ഐ ലുക്ക് ഫോർവേഡ്, നമുക്ക് അപ്പോഴേ അറിയാം ഐ ലുക്ക് ഫോർവേഡ് ടു എന്നേ പറയത്തുള്ളൂ. ഐ ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ ടു, അഡിക്റ്റഡ് ടു, ഒബ്ജക്റ്റ് ടു, അക്കംസ്റ്റഡ് ടു. അവിടെയൊക്കെ എന്ത് ഈ ടു ഇതിന് മാത്രമേ ഉപയോഗിക്കില്ല. അപ്പം എന്തായിരിക്കും? ഐ ലുക്ക് ഫോർവേഡ് ഫോർ അല്ലെങ്കിൽ ബൈ ഒന്നും പറയില്ല. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടുവേ വരത്തുള്ളൂ. അപ്പോൾ എന്താണ്? ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ ടു, അഡിക്റ്റഡ് ടു, ഒബ്ജക്റ്റ് ടു, അക്കംസ്റ്റഡ് ടു ആയിരിക്കും. അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഓർ മീറ്റിംഗ് യു വിത്ത് എ വ്യൂ ടു ബൈയിങ് ഓർ സ്റ്റാർട്ടിങ്, അഡിക്റ്റഡ് ടു ഗാംബ്ലിംഗ് ഓർ സ്മോക്കിംഗ്, ഒബ്ജക്റ്റ് ടു പേയിങ് ഓർ ഗോയിങ്, അക്കംസ്റ്റഡ് ടു ഡ്രൈവിംഗ് ഓർ ലിവിങ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ? ടു ആണ്. ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, അഡിക്റ്റഡ് ടു, ഒബ്ജക്റ്റ് ടു, അക്കംസ്റ്റഡ് ടു ആയിട്ടൊക്കെ വരുന്നുണ്ടാകും. ഓക്കെ, നമുക്കറിയാം എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരും? റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ്, നമുക്ക് റിപ്പോർട്ട് സെൻറ്റൻസ് ആണ്. ദി ജോഷുവ സെഡ് ടു മോം ഐ ഹാവ് ബീൻ ദെയർ. നമുക്കറിയാം ഈ ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? ജോഷുവ സെഡ് ടു മോം നമുക്ക് വേണമെങ്കിൽ ടോൾഡ് ആക്കാം, ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ നോക്കാം. പിന്നെ നമുക്ക് എന്ത് വേണം? ഒരു കണക്റ്റിംഗ് വെർബ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കും? ഇവിടെ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ജോഷുവ told mom that. പിന്നെ നമുക്ക് സെൻറ്റൻസിലോട്ട് വരാം. ഐ ഹാവ് ബീൻ ദെയർ. ഐ ഉപയോഗിക്കോ? ഇല്ല. നമുക്കവിടെ പ്രോണോൺ മാറും. അപ്പോൾ ഹീ എന്ന് വരും. അപ്പോൾ ഹീ ഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ എന്താകുന്നു? നമുക്കറിയാം ടെൻസ് മാറും. പാസീവിനാണ് ടെൻസ് മാറാതെ V3. ടെൻസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, V3 തന്നെ ഉപയോഗിക്കണമെന്ന് അത്രയും വാശി പിടിച്ചിരിക്കുന്ന പാസീവ് ആണെന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഹാവ് ബീൻ എന്താകും? ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറും. ഡയറക്റ്റിലോട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താകുന്നു? ടെൻസ് മാറും. ഹാവ് ബീൻ എന്തായിട്ട് മാറുന്നു? ഹാഡ് ബീൻ ആയിട്ട് മാറുന്നു. ടെൻസ് മാറുന്നുണ്ട്,
വരുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഹാഡ് ബീൻ ആയിട്ട് മാറും. ഹിയർ വരൂ ഇല്ല ദെയർ വരും. ഇതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ദെയർ ഹിയർ ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് സി ആണോ ഡി ആണോ എന്നൊക്കെ എഴുതാൻ ഒരു ത്വര വരുന്നുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കാത്തവർ എന്ത് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയാം നമ്മുടെ കൊണ്ട് സി പോയി കുത്തും, പക്ഷേ അവിടെ ഒരു സാധനം ഉണ്ട്, എന്താ സിയുടെ തൊട്ട് അറ്റത്ത് ആരുണ്ട് ഹിയറിന് കിടക്കുന്നുണ്ട്. അതല്ല, ഹിയർ ആരായിട്ട് മാറും, ആഡ്വർബ് നമുക്ക് എന്ത് ചെയ്യണം ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് മാറ്റണം. ഹിയർ ആരായിട്ട് മാറും, ദെയർ ആയിട്ട് മാറും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കണ്ട് എഴുതുക. അപ്പോൾ ജോഷുവ ടോൾഡ് മോം ദാറ്റ് ഹീ ഹാഡ് ബീൻ ദെയർ. അപ്പോൾ അത് ആര് നോക്കണം, റിപ്പോർട്ടിംഗ് വെർബ് നോക്കണം, രണ്ടാമത് കണക്റ്റിംഗ് വെർബ് നോക്കണം, മൂന്നാമത് പ്രോനൗൺ മാറ്റണം, നാലാമത് ആ ടെൻസ് മാറ്റണം, പിന്നെ ആഡ്വർബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റം. പിന്നെ വേറൊരു പോയിന്റ് നമുക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ എന്താണ് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എപ്പോഴും സബ്ജക്റ്റ് പ്ലസ് വെർബാണ് എന്നുകൂടി ഓർത്തോണം. ഇതിനകത്ത് ആ ഒരു സാധനം വരുന്നില്ല. നമുക്കറിയാം കഴിഞ്ഞ 2 പരീക്ഷയ്ക്കും എന്ത് ചോദിച്ചിട്ടുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹീ സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമോറോ. നമുക്കറിയാം നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്, സെഡ് തന്നെയാണ്. നമുക്കത് വേണമെങ്കിൽ പ്രോമിസ്ഡ് ആയിട്ട് മാറ്റാം, യാതൊരു കുഴപ്പമില്ല. കണ്ടന്റ് വെച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റാം. നമുക്ക് എന്താ കണക്റ്റിംഗ് വെർബ് വേണം. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ദാറ്റ് എന്ന് ഉപയോഗിക്കാം. സോ ഹീ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ പ്രോമിസ്ഡ് ദാറ്റ്. പിന്നെ നമുക്ക് ഐ എന്ത് ചെയ്യണം, പ്രോണൗൺ മാറ്റും, ഹീ ആയിട്ട് മാറും. ഹീ വിൽ റിട്ടേൺ എന്തായിട്ട് മാറും, ടെൻസ് മാറും. അപ്പോൾ പാസ്റ്റിലോട്ട് വരും. അപ്പോൾ എന്തായിരിക്കും, വുഡ് റിട്ടേൺ എന്ന് വരും. അപ്പോൾ ഹീ വിൽ റിട്ടേൺ എന്തായിട്ട് മാറും, വുഡ് റിട്ടേൺ ആയിട്ട് മാറും. അപ്പോൾ ഹീ വുഡ് റിട്ടേൺ ദിസ് ബുക്ക് എന്തായിട്ട് മാറും, ദാറ്റ് ബുക്കായിട്ട് മാറും. ആൻഡ് ടുമോറോ എന്തായിട്ട് മാറും, ദി നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. ബിക്കോസ് നമ്മൾ പഠിച്ചു ആഡ്വർബം എന്ത് ചെയ്യുക, മാറ്റിക്കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഹീ പ്രോമിസ്ഡ് ദാറ്റ് അല്ലെങ്കിൽ ഹീ സെഡ് ദാറ്റ് എല്ലാം കുഴപ്പമില്ല. ഇവിടെ എന്ത് പറയാം, പ്രോമിസ്ഡ് പറയാം. ഹീ പ്രോമിസ്ഡ് ദാറ്റ് ഹീ വുഡ് റിട്ടേൺ ദാറ്റ് ബുക്ക് നെക്സ്റ്റ് ഡേ എന്നായിട്ട് വരുന്നുണ്ടാവും. ഓപ്ഷൻ എ. ഇതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷം 2025 നമുക്ക് ഒന്നും കൂടെ രണ്ടാമത്തെ പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വേർ ഇസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് സെഡ് ദി യങ് മാൻ. അതെന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ വരും, ദി യങ് മാൻ ആസ്ഡ്. പിന്നെ എന്താണ്, വേറെ പോലുള്ള WH ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എന്ത് വേണ്ടെന്ന് പഠിച്ചു, കണക്റ്റിംഗ് വേർഡ് വേണ്ട, വേറെ തന്നെ മതി. അപ്പോൾ ദ യങ് മാൻ ആസ്ഡ് വേർ ടെൻസ് മാറും, ഈസ് വരൂ, ഈസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് വരൂ, അല്ല വേർ ദി ബെസ്റ്റ് സ്റ്റാൻഡ് വാസ്. ഈസ് നമുക്ക് എന്താ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വാസ് വരും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും വേർ വാസ് ദി ബെസ്റ്റ് സ്റ്റാൻഡ് എന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റൂൾ എന്താണ്, എപ്പോഴും ഇൻഡയറക്റ്റ് സെൻറ്റൻസിൻ്റെ ഓർഡർ എപ്പോഴും എന്താക്കി, സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന ഓർഡറിലായിരിക്കണം. സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ ഇവിടെ എന്താ, ആദ്യം സബ്ജക്റ്റ് ആരാ, ബെസ്റ്റ് സ്റ്റാൻഡ്, പിന്നെ വെർബ് ഈസ് വരൂല, നമുക്ക് മാറ്റിയതുകൊണ്ട് വാസ് ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ വരും, ദി യങ് മാൻ ആസ്ഡ് വെയർ ദി ബെസ്റ്റ് സ്റ്റാൻഡ് വാസ് എന്ന് വരും. ഓക്കെ. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സ്പീച്ച്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് പുതുതായിട്ട് വന്ന ഫിക്സഡ് പ്രൊപ്പോഷൻ ആയിരുന്നു കഴിഞ്ഞ 2 പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇവിടെ കറക്റ്റ് ആ ഒരു സ്പെസിഫിക് പ്രൊപ്പോഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ സ്റ്റാറ്റീവ് വെർബ് വോണ്ട്, അതുപോലെ തന്നെ ലവ്, ഹേറ്റ്, നീഡ്, നോ, ബിലീവ്, അൺട്രസ്റ്റ് ഒക്കെ ING ഫോം വരൂല എന്നൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻഡയറക്റ്റ് സ്പീച്ച് പാസീവ് വോയിസ് ആക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വന്ന ക്വസ്റ്റ്യൻ ഏത്, ആർട്ടിക്കിൾ ഉപയോഗിക്കുക. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല, 2024 എന്താ ആർട്ടിക്കിൾ ഉപയോഗിക്കാനുണ്ടായിരുന്നു. ഒരു സ്പെസിഫിക് ആണെന്നും ജനറലായിട്ട് മീൻസ് നോൺ സ്പെസിഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച മെയിൻ സാധനമാണ് എൽഡർ വന്നാൽ ദാൻ ഉപയോഗിക്കില്ല, ദാൻ വരണമെങ്കിൽ ഓൾഡർ തന്നെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ ഐ ലുക്ക് ഫോർവേഡ് ടു ആണെന്നും കൂടെ ഓർത്തിരിക്കുക. അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് 2024 3 പ്രിലിംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായി നമുക്ക് അടുത്ത പ്രിലിംസിൻ്റെ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.